അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുക്കളയിലെ കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്, ചിലവരുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഉള്ളതിലും കൂടുതൽ പ്രായം തോന്നും. അപ്പം അങ്ങനെ ഉള്ളതിലും കൂടുതൽ പ്രായം തോന്നാതിരിക്കാനായിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം. അതെല്ലാവരും ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഒരുപാട് പ്രായം തോന്നിക്കുന്നവർ ചിലവരെ കണ്ടിട്ടില്ല. അവർക്കൊക്കെ ചിലപ്പോൾ 40 വയസ്സൊക്കെ കാണത്തുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പ്രായം തോന്നിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, ചമ്മന്തിപ്പൊടി. മോൻ വന്നിരിക്കുന്നതുകൊണ്ട് മോൻ ഇഡ്ഡലിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഇപ്പം രാവിലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി. അപ്പം ഞങ്ങളും കൂടെ കഴിക്കട്ടെ. ഞങ്ങളിപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇപ്പോൾ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. അപ്പോൾ കഴിക്കട്ടെ. കാപ്പൂടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം നമ്മുടെ പരിപാടി ഉച്ചക്കത്തെ പരിപാടിയാണ്. ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പം ചിക്കൻ കറി വെക്കാനായിട്ട് ഇതാ ഉള്ളിയൊക്കെ ഞാൻ സബോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കച്ചമ്പറിന് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ആരോ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഫ്രൈഡ് റൈസ് വെക്കുമ്പോഴത്തേക്കും ചോറ് ഈ അരി വേവിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. പലരും പല രീതിയിലാണ് വെക്കുന്നത്. അപ്പം ഞാൻ വെക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഞാൻ കാണിച്ച അരി 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ചിലവർ ഈ അരി പറ്റിച്ചെടുക്കും, ചിലവർ വാർത്തെടുക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യുന്നത്. ഞാനിവിടെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അരി അങ്ങനെ ഒന്നൊന്നേ തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറുവാപ്പട്ടയും പിന്നെ നമ്മുടെ ഇതിൻ്റെ ഇലയില്ലേ, ബേ ലീഫിൻ്റെ ഇല, പിന്നെ 2 കുരുമുളക്, പിന്നെ നമ്മുടെ ഗ്രാമ്പൂ, പിന്നെ എന്തുവായിരുന്നു കറുവാപ്പട്ട, ഇത്രയൊക്കെ സാധനങ്ങൾ ആ മസാലയ്ക്കകത്തുള്ള സാധനങ്ങളും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ അരി ഇട്ട് കൊടുത്തു. വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷമേ അരി ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. ഞാൻ വെട്ടിത്തിളച്ചതിന് ശേഷമാണ് അരി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അരി ഇട്ട് കൊടുത്തിട്ട് തിളയ്ക്കാറായി വരുന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് എപ്പോഴും ഒരു കണ്ണിവിടെ ആയിരിക്കണം, ഇല്ലെങ്കിൽ ഈ അരി വെന്ത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കാശിനും കൊള്ളത്തില്ല. അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് ഞാൻ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇനി നമുക്ക് ചിക്കൻ ക്ലീൻ ചെയ്യാം. അപ്പം വെട്ടിയെല്ലാം കൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നന്നായിട്ട് കഴുകി. എനിക്ക് ഈ മുട്ടൻ കഷ്ണങ്ങളൊന്നും കാണാൻ മേല കേട്ടോ. അപ്പോൾ ഞാൻ വലിയ കഷ്ണങ്ങളെയൊക്കെ ഒന്ന് ചെറുതാക്കിയൊക്കെ എടുക്കും. അപ്പം അതൊക്കെ ചെയ്യട്ടെ, നോക്കാം. വേണ്ട, ഈ അരി വെന്തിട്ടില്ല. ഒരു ശകലം കൂടായിട്ട് നമുക്ക് അടച്ചിടാം. അപ്പം ഇത് ഒരു ശകലം വേവ് മുന്നോട്ട് നിർത്തി വേണം ഇത് അടച്ചിടാനായിട്ട്. അല്ലെങ്കിൽ ഇത് തടയിൽ എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, തടയിലിരുന്ന് വേഗം നമ്മളിങ്ങനെ വാർത്തെടുത്തില്ലേ, അപ്പോൾ അടപ്പിലിരുന്ന് വേഗം. ഇത് അങ്ങനത്തെ അരിയല്ലേ. അപ്പോൾ ഇതാണ്, ഇത് നീളമുള്ള അരിയാണ്. ഒരു ശകലം കൂടെ ഞാൻ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. നമ്മൾ ഇനി വേറെ വല്ല പണിക്കും പോയി കഴിഞ്ഞാൽ ഇവൻ വെന്ത് കുഴയും. അപ്പോൾ ഇത് ഒരു തുള്ളിയും കൂടെ കഴിഞ്ഞ് ഞാനങ്ങ് വാർക്കും. കണ്ട, ശകലം കൂടെ മതി. വേവിട്ട് നമ്മൾ വാർത്തെടുക്കണം. ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് വെക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ചിലവർ പറ്റിച്ചെടുക്കും, ചിലവർ വാർത്തെടുക്കും. അപ്പം ഇത് നമുക്കൊരു കൂടെ തുള്ളിയും കൂടെ കഴിയുമ്പോൾ ഞാനിത് വാർത്തെടുക്കും. ഇത്രയേ ഉള്ളൂ അരിയുടെ പരിപാടി നമ്മുടെ. അങ്ങനെ ചോറൊക്കെ വെന്ത് കേട്ടോ. ഒരു ശകലം നേരെ നമ്മൾ വാർത്തിങ്ങനെ വെക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലുള്ള ഒരു പാത്രത്തിലോട്ട് ചോറ് നിരത്തി വെച്ചാൽ മതി. ഒന്നൊന്നേ തൊടാതെ ഇരിക്കും കേട്ടോ. ഇതാ നമ്മുടെ ചോറ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മുടെ ചിക്കൻ കറിയും അടുപ്പയിലോട്ട് കയറി. ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും വയ്ക്കാൻ അറിയാം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതൊന്നും കാണിച്ചില്ല. നമ്മളെപ്പോഴും വെക്കുന്ന ഒരു സാധാരണ ചിക്കൻ കറിയാണ്. ഇതിനകത്ത് കൂടുതലൊന്നുമില്ല. കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർക്കണം. ശകലം കൂടെ ഒന്ന് പറ്റിക്കോട്ടേന്ന് വെച്ചിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് കൊച്ചിന്
ചിക്കൻ ഫ്രൈ വേണമെന്നും പറഞ്ഞിട്ട് ഞാനിതാ 2 കാലിൻ്റെ കഷ്ണം എടുത്ത് വെച്ച് അവർക്ക് അച്ഛനും മോനും ചിക്കൻ കാല് ഫ്രൈ വെച്ചിരിക്കുന്നു. കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നാളത്തേക്ക് ഇനി കൊച്ചിന് വല്ലതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ കറി നമ്മുടെ റെഡി ആയി കേട്ടോ. ഇനി അതിനൊരു കുഴപ്പമില്ല. നമ്മുടെ ചിക്കൻ കറി സാധാരണ ചിക്കൻ കറി ആയിട്ടോ. അപ്പം നമ്മുടെ മക്കൾ വന്നു കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടമുള്ളത് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ. ആകപ്പാടെ നമ്മുടെ അടുത്ത് നിൽക്കുന്നത് കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ ആ ദിവസം നമ്മൾ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അല്ലേ. അതല്ലേ നമ്മുടെ ഓരോ വീട്ടമ്മമാരുടെയും പരിപാടി. അപ്പം നമ്മുടെ ചോറൊക്കെ വെന്ത് കഴിഞ്ഞപ്പം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ക്യാരറ്റും പിന്നെ ബീൻസും പിന്നെ ഞാനേ ഒരു ശകലം നമ്മുടെ ഗ്രീൻ പീസും ഒക്കെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതും കൂടി ഇട്ട് ചോറൊക്കെ റെഡിയാക്കിയിട്ട് നമ്മുടെ ചിക്കൻ കാലിന് നമുക്ക് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചിരിക്കുവാണ്. അപ്പം എൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മക്കളെ. ഏകദേശമൊക്കെ കഴിഞ്ഞു. അപ്പം മോനിന്ന് ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇതുണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. താമസിച്ചാണ് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പം രാവിലെ ഒരു മഴ അങ്ങ് പെയ്തു. അപ്പം മോൻ പറഞ്ഞു അമ്പലത്തിലൊന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്കും 9 മണിക്കാണ് പോയത് കേട്ടോ. താമസിച്ചു പോയി. അപ്പം അതെല്ലാം കഴിഞ്ഞാണ് ചിക്കൻ വാങ്ങിക്കാനായിട്ട് രവിചേട്ടൻ പോയത്. അപ്പം എന്നാലും മണി 12 ആയതേ ഉള്ളൂ കേട്ടോ. 11 മണിക്കാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. പിന്നെ നമുക്ക് സ്പീഡാണല്ലോ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ സ്പീഡിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലേ. നമ്മൾ വയ്യ ഇവിടെ താങ്ങി തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് വഴറ്റി ഇതൊക്കെ ഒന്ന് ചോറിനകത്തൊക്കെ ഇട്ടിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് റെഡിയാക്കിയിട്ട് ഞാൻ കാണിച്ചത് എല്ലാവരുടെ വീട്ടിലും ഫ്രൈഡ് റൈസൊക്കെ വെക്കുന്ന, എന്നാലും ചിലവർക്ക് അറിയാൻ വയ്യാത്തവർ കാണും കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ചോറ് വേവിക്കുന്നത് നല്ല വ്യക്തമായിട്ടിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇത് ഞങ്ങളിവിടെ ഇതിന് ചള്ളാസ് എന്ന് പറയും, ചിലയിടത്ത് ഇതിന് കച്ചമ്പർ എന്ന് പറയും. ഇതെന്തുവാന്ന് എല്ലാവർക്കും അറിയാലോ. കുറച്ച് സവോളയും പച്ചമുളകും തൈരും തക്കാളി ഉപ്പും ഇത്രയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെന്താ ഇതൊക്കെ ഞാൻ നെയ്ക്കകത്താണ് വഴറ്റിയെടുക്കുന്നത്. ശകലം നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. പിന്നെ എനിക്കിതൊന്നും വലിയ കാര്യമില്ല. എനിക്ക് സാധാരണ ചോറാണ് ഇഷ്ടം കേട്ടോ. എന്നാലും ചിക്കൻ കറിയൊന്നും ഞാൻ എടുക്കത്തുമില്ല. എടുത്താൽ തന്നെ ചിലപ്പോൾ മടി വെച്ചിട്ട് നമുക്ക് ചോറ് പിന്നെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് നമ്മുടെ സാധാ ചോറ്. അതെനിക്കിനി ചൂടാക്കാനൊന്നും വയ്യ. അതിൻ്റെ പേരിൽ ഒരു ശകലം ഞാനിത് കഴിക്കും. പക്ഷെ ചിക്കൻ കറിയൊന്നും ഞാൻ കൂട്ടത്തില്ല. പപ്പടവും ഇതൊക്കെ നമുക്ക് മതിയല്ലോ. ഇനിയിപ്പം പപ്പടവും കൂടെ കാച്ചണം. അതൊക്കെ ഉള്ളു നമ്മുടെ പരിപാടി. ഇപ്പം നമ്മുടെ ക്യാരറ്റ് റെഡിയായി. ഇത്രയും മതി. കൂടുതൽ അങ്ങോട്ട് മാറി ഇതിൻ്റെ കളറ് മാറിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു ഭംഗിയില്ല. അതിനകത്ത് കിടക്കുന്ന കാണാൻ തന്നെ. അപ്പം നമുക്ക് ഇതുപോലെ മതി. ഇത് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. നന്നായിട്ട് വഴന്ന് പച്ച ചുവയ്ക്കാതെ ഇരിക്കണം. എന്നാൽ ഇതുണ്ടോ, എന്നാൽ ഇത് വേവുകയും വേണം, കാണാൻ ഭംഗിയും വേണം. അതുപോലെ ഇരിക്കണം. ആ പച്ചക്കളർ ഒന്ന് പോകരുത്. പച്ചക്കളർ പോയി കഴിഞ്ഞാൽ നമ്മളത് ചോറിനകത്തേക്ക് ഇടുമ്പോഴത്തേക്കും അതിനെ കാണാനായിട്ടൊരു ഭംഗിയില്ലാതെ വരും. അതുകൊണ്ട് പച്ചക്കളർ പോകുന്നതിന് മുന്നേ നമ്മൾ ഇതുപോലെ വഴറ്റി അങ്ങ് എടുത്തേക്കണം കേട്ടോ. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങളും കൂടെ നോക്കട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ വീഡിയോ ഒരുപാട് ലെന്താവും. പിന്നെ നിങ്ങൾക്ക് ആർക്കും ദേഷ്യം വരും, ഇഷ്ടപ്പെടത്തില്ല. ഒരുപാട് പേര് പറയുന്നുണ്ട് നേരമില്ലാത്ത നേരത്താണ് വീഡിയോ കാണുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? അത് ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. തിരക്കുള്ളവരൊക്കെ ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന് നിൽക്കുമ്പോൾ വീഡിയോ ലെന്തായിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പം ഇനി കാണാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ റെഡിയായി. കണ്ടോ, നമ്മൾ അങ്ങനെ ചോറെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ. ഒന്നൊന്നേ തൊടാതിരിക്കും. എന്നാൽ നന്നായിട്ട് വെന്തിട്ടുകൊണ്ട് ആ രീതിയിൽ എല്ലാവർക്കും അറിയാം കേട്ടോ. നാളെ ഞാൻ ചോദിച്ചപ്പം ഒന്ന് പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്താ നമ്മുടെ പപ്പടവും കാച്ചി. പിന്നെ ഞാൻ കാണിച്ചായിരുന്നല്ലോ തക്കാളി എല്ലാം കൂടെ അരിഞ്ഞ് നമ്മളൊരു കച്ചമ്പർ ഉണ്ടാക്കിയതും കാണിച്ചായിരുന്നല്ലോ. പിന്നെ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഉച്ചവരത്തെ ജോലിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു പരിപാടിയുണ്ട്. അതിലേക്ക് നമുക്ക് കിടക്കാൻ കാണിച്ചു തരാം കേട്ടോ. അതിനകത്ത് ഇതിൽ
ആദ്യത്തെ കാര്യം ഞാൻ കാണിച്ചു 2-3 കാര്യങ്ങൾ കാണിച്ചു തരാം. അതായത് ഫേസിനുള്ള നമ്മൾ ഒരു എക്സസൈസ് എന്ന് തന്നെ പറയാം. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയാം. എപ്പോഴും നമ്മൾ ബ്യൂട്ടി ടിപ്സ് മാത്രം ചെയ്താലും നമ്മുടെ ഫേസ് നല്ല ഭംഗിയായിട്ടിരിക്കും. കൂടാതെ നമുക്ക് എന്നും ഇരുന്ന് ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ അതിന്റെ ഇതങ്ങ് പോകും. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ സൗന്ദര്യം, മുഖത്തിന് പ്രായം ചെറുപ്പമായിട്ട് തന്നെ നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും. ബ്യൂട്ടി ടിപ്സ് നല്ലതല്ലെന്നല്ല ഞാൻ പറഞ്ഞാൽ, അതിനും നല്ലൊരു ഭംഗിയുണ്ട്. പക്ഷെ അത് ഒരുപാട് നാള് നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ ഒരു കാര്യം പറയാവേ, ഞങ്ങൾക്ക് ഇതുപോലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു സ്കൂളിൽ, നമ്മുടെ ഈ അടുത്ത സ്കൂളിൽ വെച്ചിട്ട്. അത് പേര് മറന്നുപോയി പുള്ളിക്കാരൻ്റെ കേട്ടോ, ചിരി യോഗയായിരുന്നു. അപ്പൊ ആ ചിരി യോഗയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇപ്പൊ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, നല്ല രസമുള്ള ഒരു ക്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പൊ അതിനകത്തും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ആദ്യം ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. നമ്മൾ എപ്പോഴും മുഖമൊക്കെ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോഴും മുഖത്തിന് എക്സസൈസ് ഒക്കെ കൊടുക്കുമ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റിലത്തെ കാര്യം എന്താ, ഇവിടെ ഇല്ലേ, ഇവിടെ നമ്മുടെ കുറച്ച് ഏജ് ആകുമ്പോഴത്തേക്ക് എന്താ ഇവിടെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരും. അപ്പൊ അവിടെ തൂങ്ങാതിരിക്കാൻ എന്താ ഇങ്ങനെ ഈ 2 വിരലിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒരു 10 പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ, ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി എണ്ണിയത്. നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ മനസ്സിൽ എണ്ണിയാൽ മതിയാകും, വാ തുറക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മനസ്സിലായല്ലോ. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ 2 ചൂണ്ടുവിരലുകള് നമ്മുടെ ഈ 2 ചൂണ്ടുവിരലുകൾ ഉപയോഗിച്ചിട്ട് ദാ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ പീരികത്തിന്റെ ദാ ഇതിലേ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ദാ ഇവിടെ വെച്ചിട്ട് ദാ ഇങ്ങനെ ഒന്ന് അമക്കി പിടിക്കുക. കണ്ട, ഇവിടെ വെക്കുക. ദാ ഇങ്ങനെ വന്നിട്ട് ദാ ഇങ്ങനെ ഈ പിരിയത്തിന്റെ ഇല വന്നിട്ട് ദാ ഇങ്ങനെ വെച്ചിട്ട് ദാ ഇവിടെ അമക്കി ഇങ്ങനെ വെക്കുക. അത് ഒരു 10 പ്രാവശ്യം ചെയ്യുക. 10 പ്രാവശ്യം വെച്ച് ചെയ്യുക ഒരു ദിവസം. ദാ ഇങ്ങനെ കണ്ട, 10 പ്രാവശ്യം വെച്ച് ചെയ്യുക. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തത് ഇനി നേരെ താഴോട്ട് വന്നിട്ട് ദാ നമ്മുടെ ഈ കൺതടങ്ങൾ എന്ന് പറയത്തില്ലേ, കൺതടങ്ങളിൽ കൂടെ വന്നിട്ട് ദാ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ താഴോട്ട് വന്നിട്ട് ഈ കൺതടങ്ങളിൽ കൂടെ വന്നിട്ട് ദാ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതും നമുക്കൊരു 10 പ്രാവശ്യം നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ ചിലവർക്ക് നെറ്റിയിലൊക്കെ നല്ല ചുളുക്ക് കാണും. ആ നെറ്റിയിലെ ചുളുക്ക് പോകാനായിട്ട് ഇതാ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ. അപ്പം അത് ഇതാ ഈ സൈഡിലോട്ടും ഇങ്ങനെ ചെയ്തു പോകും. കണ്ട, ഇവിടെ ചന്ദനം തൊട്ട് ഇങ്ങനെ ഒരു വിരല് താഴോട്ട് ഒരു വിരല് പൊക്കി പിന്നെ ഇങ്ങനെ. അതും ഒരു 10 പ്രാവശ്യം വെച്ച് ചെയ്യുക. പിന്നെ നമ്മുടെ പ്രധാനം നമ്മുടെ കവിളും ഒട്ടിയ കവിളുള്ളവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒട്ടിയ കവിളുള്ളവരൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കവിള് വരാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം. ആദ്യം ഒരു സൈഡിലോട്ടാക്കുക, പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ടാക്കുക. അങ്ങനെ 10 പ്രാവശ്യം വെച്ച് മാറി 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 ചെയ്യുക. പിന്നെ നമുക്ക് കവിളൊന്ന് വീർപ്പിച്ച് പിടിക്കാം. നമുക്ക് ഇങ്ങനെ വീർപ്പിച്ച് പിടിച്ചിട്ട് എത്ര നേരം നമുക്ക് പിടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം ഒന്ന് പിടിക്കുക. പിന്നെ നമ്മുടെ വായിൽ വെള്ളം എടുത്തിട്ട് നമുക്കിങ്ങനത്തെ എക്സസൈസ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം നമ്മളിതാ ഇങ്ങനെയും ചെയ്യുന്ന എക്സസൈസിലൂടെ നമുക്ക് ഇവിടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ അങ്ങോട്ട് കൂടാനായിട്ട് പറ്റും. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെയുള്ള കൺതടങ്ങളിൽ ഉള്ള നമ്മൾക്കിവിടെ തടിപ്പില്ലേ, അതൊക്കെ മാറാനൊക്കെ ആയിട്ട് നല്ലൊരു കാര്യമാണിത്. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് എന്നും ചെറുപ്പമായിട്ടിരിക്കാനായിട്ട് നമുക്ക് പറ്റും. ഒരു പരിധി വരെ. അങ്ങ് അറ്റത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കമന്റ് വരും, പിന്നെ അതുകൊണ്ടല്ല ചേച്ചി ഇങ്ങനെ ഇരിക്കുന്ന 60 വയസ്സായ മട്ടെന്ന് പറയും.
അതൊന്നും എനിക്ക് കുഴപ്പമില്ലാത്ത കാര്യമായിട്ട് എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എപ്പോഴും നമ്മൾ പോസിറ്റീവ് മാത്രം വരുമെന്നും വിചാരിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നെഗറ്റീവ് ആയിരിക്കുമല്ലോ കൂടുതൽ വരുന്നത്. അതൊന്നും നമ്മൾ മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ചെയ്യാൻ പറ്റുന്നവര് എല്ലാവരും തന്നെ ഇത് ചെയ്ത് നോക്കണം. നല്ല എക്സസൈസ് ആണിത് കേട്ടോ. നമ്മുടെ ഫേസിന് അല്ലെങ്കിൽ മുഖത്തിന് പ്രായം കുറവ് തോന്നിക്കാനായിട്ടുള്ള നല്ലൊരു മാർഗമാണിത്. അപ്പം ഞാനിത് ചെയ്യും കേട്ടോ. നിങ്ങളിപ്പോൾ എന്നെ കളിയാക്കിയാലും കൊള്ളാം. എനിക്കിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല ഇത് ചെയ്യുന്നതിന്. ഇപ്പം നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരം വെളുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനായിട്ട് കിട്ടുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് കുറച്ച് നേരവും കിട്ടും, വൈകിട്ട് ചായയൊക്കെ ഇട്ടിട്ടും കുറച്ച് നേരം കിട്ടും. അപ്പം ഞാൻ ചെയ്യുന്നത് രാവിലെയൊക്കെ നമുക്ക് തിരക്കായിരിക്കും, വൈകിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന ശകല സമയത്ത് ഇങ്ങനങ്ങ് ചെയ്തുകൊണ്ടിരിക്കും, വെറുതെ ഇരിക്കുമല്ലേ. അപ്പം അധിക സമയമൊന്നും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആരും ചെലവഴിക്കേണ്ടതില്ല. വെറുതെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രയോജനവും കിട്ടും. നമ്മളെന്നും നിത്യയൗവനമായിട്ട് ഇരിക്കാനായിട്ടും പറ്റും. ഇങ്ങനെ ചെയ്തു കൊടുക്കണം എല്ലാവരും കേട്ടോ. എല്ലാവരും ചെയ്തു കൊടുക്കണം. ആർക്കും ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. ഇതിനകത്തോട്ട് ഒരു സാധനങ്ങളും എടുക്കേണ്ട കാര്യമില്ല. അപ്പം എല്ലാവരും ഇത് ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.